ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാം ഈ എമ്പുരാൻ സിനിമ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന വിവാദം, സെൻസർ ബോർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം പൂർണ്ണമായി കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ചലച്ചിത്രങ്ങളെ സെൻസർ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ആ സെൻസറിങ്ങിൽ ചില വീഴ്ചകളുണ്ടായി എന്ന് മനസ്സിലാക്കിയിട്ടാവുമല്ലോ റീസെൻസറിങ്ങിന് ഒരു ചിത്രം വിധേയമാക്കുന്നത്. അങ്ങനെ റീസെൻസറിങ്ങിലേക്ക് ഈ ചിത്രം നീങ്ങുന്നത് എങ്ങനെയാണ്? ഇത് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ ഇതിന്മേൽ കൃത്യമായും ഈ സിനിമയിൽ ഉയർന്നു വന്നിട്ടുള്ള രാജ്യവിരുദ്ധ പരാമർശങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായി റീസെൻസർ ചെയ്യാനുള്ള ഒരു തീരുമാനം കേന്ദ്രതലത്തിൽ തന്നെ ഉണ്ടായതല്ലേ ജിഷ്ണു കൃഷ്ണൻ? റീസെൻസറിംഗ് നടപടി ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് വിവിധ മേഖലകളിലായി തിരിച്ചാണ് ഇത്തരത്തിലുള്ള സെൻസറിംഗ് നടപടികൾ നടക്കാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇപ്പോൾ സെൻസർ ബോർഡ് കൈക്കൊണ്ടു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം സിനിമയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓർഗനൈസർ രൂക്ഷമായൊരു വിമർശനം ഈ ചിത്രത്തിനെതിരെ നടത്തുന്നത്, പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം രാഷ്ട്രീയ നിലപാട് തിരികെ കയറ്റാനുള്ള വേദിയാക്കി മാറ്റി എന്ന വിമർശനമാണ് ഓർഗനൈസർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ഗോത്രാനന്തര കലാപവുമായി ബന്ധപ്പെട്ട് സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രീകരണ ഭാഗങ്ങൾ, അതിൽ ചരിത്ര വസ്തുതകളെ വഞ്ചനയാണ് ഈ സിനിമ കാണിച്ചത്. ചരിത്ര വസ്തുതകളോടുള്ള വഞ്ചനയാണ് എമ്പുരാൻ സിനിമയിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഓർഗനൈസർ മുഖപത്രമായിട്ടുള്ള RSS മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ ചരിത്ര വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദു വിഭാഗത്തെ അപമാനിക്കുന്നതിനും ഹിന്ദു വിഭാഗത്തെ ഭീകരരായി ചിത്രീകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന് വളരെ കൃത്യമായി ഓർഗനൈസർ ചൂണ്ടിക്കാട്ടുന്നു. രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ വിവേചനവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിന് കാരണമാകുന്ന പരാമർശങ്ങളും അത്തരത്തിൽ കാരണമാകുന്ന ചിത്രീകരണവും സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം 2002 ഗോത്രാനന്തര കലാപത്തിൽ ഹിന്ദു വിഭാഗത്തെ ഭീകരരായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ് ഓർഗനൈസർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. 2002 ഗോദ്രയിൽ രാമക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയ ഭക്തർ സഞ്ചരിച്ചിരുന്ന ട്രെയിൻ തീവച്ചതുമായി ബന്ധപ്പെട്ടും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയിട്ടുള്ള അക്രമത്തെ തുടർന്നായിരുന്നു ഗുജറാത്തിലുടനീളം ആ ഒരു കലാപത്തിന്റെ തീപ്പൊരി ഉയരുകയും ഹിന്ദു സമൂഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിന്റെ യഥാർത്ഥ വസ്തുതകളെയും കലാപത്തിന്റെ തുടക്കം എവിടെയാണ് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദു വിഭാഗത്തെ പൂർണ്ണമായും ഭീകരരായി ചിത്രീകരിക്കാനുള്ള ശ്രമം സിനിമയിൽ നടന്നു. ഒപ്പം ഈ സിനിമ ഇന്ത്യ വിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമാണ് എന്ന ചൂണ്ടിക്കാട്ടൽ കൂടിയാണ് ഓർഗനൈസർ നടത്തിയിട്ടുള്ളത്. സിനിമ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന തരത്തിൽ ചിത്രീകരിക്കാം, അതിൽ സ്വാതന്ത്ര്യം എന്നുള്ളതൊക്കെ കാണുമ്പോഴും ചരിത്ര വസ്തുതകളോടുള്ള വഞ്ചന കാണിച്ചുകൊണ്ട് ഹിന്ദു വിഭാഗത്തെ ഭീകരരായി ചിത്രീകരിക്കാനാണ് എമ്പുരാൻ ശ്രമിച്ചതെന്ന വിമർശനമാണ് RSS മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ ഉയർത്തിയിട്ടുള്ളത്. അപ്പം RSSന്റെ പ്രചാര വിഭാഗത്തിലെയും RSSുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന J. നന്ദകുമാറും ഒപ്പം A. ജയകുമാറും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഈ ചിത്രത്തിനെതിരെ ഉയർത്തിയിട്ടുള്ള വിമർശനവും ചിത്രീകരണത്തിന്റെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിനപ്പുറത്തേക്ക് രാജ്യത്ത് നടന്നിട്ടുള്ള ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അതിനെ ആഖ്യാനം ചെയ്തുകൊണ്ട് സിനിമയിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചരിത്ര വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദു വിഭാഗത്തെ, അതിൽ ഗോത്രാനന്തര കലാപത്തിൽ ഹിന്ദു വിഭാഗം അവിടെ വലിയ രീതിയിലുള്ള കലാപം അരങ്ങേറി അല്ലെങ്കിൽ കൂട്ടക്കൊലകൾ നടത്തി എന്നുള്ള രീതിയിലും കൂടാതെ വിനോദ് വളരെ കൃത്യമായി ഓർഗനൈസർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അത് സിനിമ എന്നുള്ളൊരു മുഴുവൻ സിനിമകൾക്കെതിരെയോ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയായിട്ടോ അല്ല. ഈ എമ്പുരാൻ എന്ന ചിത്രം സംബന്ധിച്ച് ഓർഗനൈസർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യം എന്നുള്ളത് രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്തുന്നതിന് എമ്പുരാൻ ഉപയോഗിച്ചു എന്നുള്ള വളരെ കൃത്യമായ സ്പെസിഫിക് ആയിട്ടുള്ള വിമർശനമാണ് ഓർഗനൈസർ നടത്തിയിട്ടുള്ളത്. അതിൽ ചരിത്രത്തിൽ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട ആഖ്യാനമുള്ള വിഷയങ്ങൾ ചിത്രീകരിക്കുകയും അത് പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്യപ്പോൾ, അതായത് 2002 നടന്നിട്ടുള്ള ഗോത്രാനന്തര കലാപം അല്ലെങ്കിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടാണ് ആ ചിത്രത്തിൽ ചില ആഖ്യാനങ്ങളുള്ളത്. അതിൽ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തവരുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ കലാപത്തിന്റെ ആ വലിയ രക്തം ചിന്തിയ കലാപത്തിന് തുടക്കമിട്ടതും അതിൽ ആ ഒരു തീ പടർത്തിയതും ഗോദ്രയിൽ ആ സബർമതി എക്സ്പ്രസിന് തീ വെച്ചുകൊണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് രാമഭക്തരെ ചുട്ടരിച്ചുകൊണ്ട് ആ ഗോത്രാനന്തര കലാപത്തിലേക്ക് ഗുജറാത്തിനെ തള്ളിവിട്ടത്. ആ വിഷയം മറച്ചു പിടിച്ചുകൊണ്ട് തീവണ്ടി കത്തുന്നതായും തുടർന്ന് ഹിന്ദുക്കളെ ഭീകരരായി
ചിത്രീകരിച്ചുകൊണ്ടുമാണ് ആ സിനിമ മുൻപോട്ട് പോയത്. അതിനെ ആ ഒരു കാര്യത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും ഹിന്ദു സമൂഹത്തെ, ഹിന്ദു വിഭാഗത്തെ മുഴുവൻ ഭീകരരായി ചിത്രീകരിക്കുന്നതിനും ഗോത്രാനന്തര കലാപത്തിൽ ഹിന്ദുക്കളെ മാത്രം ഭീകരരായി ചിത്രീകരിച്ചുകൊണ്ടും വില്ലന്മാരായി ചിത്രീകരിച്ചുകൊണ്ടുമാണ് ആ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. അത് രാഷ്ട്രീയ അജണ്ട ഒളിച്ചുകടത്തലാണ് എന്ന വ്യക്തമായ വിമർശനം ഓർഗനൈസർ നടത്തുന്നു. ഓർഗനൈസറിനോടൊപ്പം തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ RSSന്റെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ജെ നന്ദകുമാറും എ ജയകുമാറും ഉൾപ്പെടെയുള്ളവരും ചൂണ്ടിക്കാട്ടിയതും ആ വിഷയം തന്നെയാണ്. സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ, അതും ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏത് നിമിഷവും ആ വിഷയത്തിന്മേൽ, അല്ലെങ്കിൽ ആ ഒരു വൈകാരികമായ വിഷയമാണെന്നിരിക്കെ വീണ്ടും മതവിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു മതത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടും ഹിന്ദു വിഭാഗത്തെ മാത്രം ഭീകരരായി ചിത്രീകരിച്ചുകൊണ്ടും ആ സിനിമയിൽ രംഗങ്ങൾ ഉൾപ്പെടുത്തിയതിനെയാണ് ഇത്തരത്തിലുള്ള ദേശീയ നേതാക്കൾ പ്രതികരിച്ചതും ഒപ്പം ഓർഗനൈസർ ആ വിഷയത്തിലൊരു വ്യക്തമായ വിമർശനം ഉയർത്തിയതും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും, ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം സിനിമയ്ക്കെതിരെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഊഹാപോഹങ്ങൾക്കപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ ചിത്രത്തിൻ്റെ ഉള്ളടക്കം ഉണ്ടായത് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത ആ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് നിലവിൽ വന്നിരിക്കുകയാണ്. അതിനോടൊപ്പം സെൻസർ ബോർഡും ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു റീസെൻസറിങ്ങിലേക്ക് ചിത്രം പോയത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കിക്കാണാം. ചിത്രത്തിൽ സാങ്കല്പികമായ കഥാപാത്രങ്ങളും സങ്കല്പങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സിനിമകൾ മുൻപോട്ട് പോകാറുള്ളത് എങ്കിൽ പോലും ഈ ചിത്രത്തിൽ വളരെ കൃത്യമായി 2002 ഗുജറാത്ത് മുഴുവൻ രക്തരൂക്ഷിതമായ ഒരു കലാപത്തിലേക്ക് പോയ, അല്ലെങ്കിൽ ഇപ്പോഴും ഈ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ള ഒരു വിഷയത്തെയാണ് ഏകപക്ഷീയമായി ചിത്രീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായും വളരെ കൃത്യമായി ഹിന്ദു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒപ്പം ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ, നേതാക്കളെ കുറ്റപ്പെടുത്തുന്നതും പരിഹാസ്യരാക്കുന്നതുമായുള്ള രീതിയിലുമുള്ള ചിത്രീകരണവും ആഖ്യാനങ്ങളും സിനിമയിലുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓർഗനൈസർ പറഞ്ഞത് ഇന്ത്യ വിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമായിട്ടുള്ള പരാമർശങ്ങളും ഉള്ളടക്കവും ഉള്ളതാണ് എമ്പുരാൻ. രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്തുന്നതിനായി ഈ സിനിമയിലൂടെ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു എന്ന വളരെ കൃത്യമായ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനമാണ് RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ നടത്തിയത്.